കുറേ നാളായില്ലേ ഒരു വാട്ട ഈറ്റിന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട്. അപ്പൊ അമ്പലത്തിൽ പോയിട്ടുള്ള ഒരു ദിവസം എന്തൊക്കെ കഴിച്ചുന്ന് കണ്ടാലോ? നമ്മള് കുറുന്തോടിയിലുള്ള അയ്യപ്പ ക്ഷേത്രത്തിലാട്ടോ പോയിട്ടുള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 18 പടികളും തൊട്ട് തൊഴുത് നമുക്ക് അയ്യപ്പനെ ദർശിക്കാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശബരിമലയ്ക്ക് പോയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അതാണ് ഇവിടെ വന്നാൽ നമുക്ക് കിട്ടുക. ഭയങ്കര കാമൻ ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. പിന്നെ കുറച്ച് സമയം തൊഴുതിട്ട് അവിടെ കുറേ നിന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. അമ്പലത്തിൽ പോയാൽ ഒരു മസാല ദോശയോ നെയ് റോസ്റ്റോ അല്ലെങ്കിൽ ഇഡ്ഡലിയോ എനിക്ക് നിർബന്ധമാണ്. അപ്പം ഞാനൊരു ചായയും ഇഡ്ഡലിയും കഴിച്ചു. പിന്നെ ഓഫീസിൽ പോയിട്ട് ഉച്ചയ്ക്ക് നമ്മളൊരു ബിരിയാണി കഴിച്ചു കേട്ടോ. ഇവിടുത്തെ ഒരു ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അധികം മസാലകളൊന്നും ഇല്ലാത്ത ഭയങ്കര സോഫ്റ്റ് ചിക്കൻ ആയിട്ടുള്ള ബിരിയാണി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കുന്ന ഒരു സ്ഥലം കൂടെ കേട്ടോ ഇത്. ഇതിൽ ആ ഒരു സാലഡും പിന്നെ ഇവിടുത്തെ അച്ചാർ എന്ന് പറയുന്നത് ഉപ്പിലിട്ട നാരങ്ങയുടെ അച്ചാറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചമ്മന്തി അത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേ സെയിം ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സാലഡും ചമ്മന്തി അച്ചാറും സോഫ്റ്റ് ചിക്കനൊക്കെ ആയിട്ട് നല്ല രീതിക്ക് തന്നെ കഴിച്ചു. 2 ബിരിയാണി കഴിച്ചാലോന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അത്രയും ടേസ്റ്റാണ്. പിന്നെ ഈവനിങ് ആയപ്പോൾ നല്ല വെയിലായിരുന്നു. അപ്പോൾ ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൂട്ട് സാലഡ് കഴിച്ചു. നല്ല ഹെവി ആയിട്ടുള്ള ഫ്രൂട്ട് സാലഡായിരുന്നു കേട്ടോ. എനിക്ക് അതിങ്ങ് കഴിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഞാൻ കുറേ പാടുപെട്ടാ കഴിച്ചത്. അപ്പോൾ അതും കൂടെ കഴിച്ചു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ കാണാം. ടാറ്റാ ബൈ ബൈ.